കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും മിഥുനമാസം 1-2 തീയതികളിൽ, സാധാരണയായി 16 ജൂൺ 15 തീയതികളിൽ ഓച്ചിറ പടനിലത്ത് വെച്ച് നടക്കുന്ന ഒരു അനുഷ്ഠാനപരമായ ആയോധന കളിമത്സരമാണ് ഓച്ചിറക്കളി. ഇത് കേവലം ഒരു കളിയല്ല, മറിച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രത്തിന്റെയും ആയോധന പാരമ്പര്യത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണ്. ചരിത്രപരമായ പശ്ചാത്തലം: ഏകദേശം 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഓണാട്ടുകരയുടെയും വേണാടിന്റെയും അതിർത്തി പ്രദേശമായ ഓച്ചിറ പടനിലത്ത് വെച്ച് കായംകുളം രാജാവും വേണാട് രാജാവും തമ്മിൽ നിരവധി രക്തരൂഷിതമായ യുദ്ധങ്ങൾ നടന്നിരുന്നു. ഈ യുദ്ധങ്ങളിൽ ആയിരക്കണക്കിന് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. യുദ്ധം അവസാനിച്ചപ്പോൾ ഇരുപക്ഷവും വൻ നഷ്ടത്തിലായി. പിന്നീട് സമാധാനപരമായ ഒരു പരിഹാരത്തിലേക്ക് എത്തുകയും ചെയ്തു. ഈ ചരിത്രപരമായ യുദ്ധങ്ങളുടെയും ആയോധന വീര്യത്തിന്റെയും സ്മരണ നിലനിർത്തുന്നതിനായാണ് ഓച്ചിറക്കളി ആചരിക്കുന്നത്. അന്ന് വാളിനും പരിചയ്ക്കും പകരം ആളുകൾ ഉപയോഗിച്ച മണ്ണും മരത്തിന്റെ വാളും പിന്നീട് ഓച്ചിറക്കളിക്ക് പ്രചോദനമായി. ഓച്ചിറ പരബ്രഹ്മക്ഷേത്രവുമായുള്ള ബന്ധം: ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം അതിന്റെ അസാധാരണമായ പ്രത്യേകതകൾക്ക് പേരുകേട്ടതാണ്. ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജകളോ ഇല്ല. പ്രപഞ്ചശക്തിയെ പ്രതിനിധീകരിക്കുന്ന പരബ്രഹ്മമാണ് ഇവിടുത്തെ പ്രധാന സങ്കല്പം. മണ്ണാണ് ഇവിടെ പ്രസാദമായി നൽകുന്നത്. ഈ ക്ഷേത്രത്തിന്റെ തുറന്ന അന്തരീക്ഷവും പടനിലവും ഓച്ചിറക്കളിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. കളിയുടെ രീതിയും ചിട്ടകളും: ഓച്ചിറക്കളി എന്നത് കളരിപ്പയറ്റിന്റെ വിവിധ അഭ്യാസമുറകളുടെ പ്രദർശനമാണ്. ഇതിന് കർശനമായ ചിട്ടകളും തയ്യാറെടുപ്പുകളുമുണ്ട്. 41 ദിവസത്തെ വ്രതവും കളരി പരിശീലനവും: കളിയിൽ പങ്കെടുക്കുന്നവർ മിഥുനമാസത്തിന് 41 ദിവസം മുൻപ് മുതൽ വ്രതമെടുക്കുകയും കളരി ആശാന്മാരുടെ കീഴിൽ കഠിനമായ കളരിപ്പയറ്റ് പരിശീലനം നടത്തുകയും ചെയ്യും. ഇത് ശാരീരികവും മാനസികവുമായ ശുദ്ധിക്കും കളിക്കാവശ്യമായ ഊർജത്തിനും സഹായിക്കുന്നു. കളരിപ്പയറ്റിലെ 18 അടവുകൾ കളിക്കാർക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. 2 ആയുധങ്ങൾ: പഴയകാലത്ത് യഥാർത്ഥ ഇരുതലമൂർച്ചയുള്ള കായംകുളം വാളും തോൽപരിചയമാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 1857 തിരുവിതാംകൂർ ദിവാനായിരുന്ന ടി. മാധവറാവു മാരകമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചു. അതിനുശേഷം അലകുകൊണ്ടുള്ള വാളുകളും കൃത്രിമ പരിചകളുമാണ് ഉപയോഗിക്കുന്നത്. ഇത് കളിയുടെ അപകടസാധ്യത കുറയ്ക്കുകയും ആയോധന മുറകൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. 3 ചടങ്ങുകളുടെ ആരംഭം: മിഥുനമാസം 1-ാം തീയതി രാവിലെ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ഓച്ചിറ പടനിലത്ത് പതാക ഉയർത്തുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. വാദ്യമേളങ്ങളുടെയും ഋഷഭവീരന്മാരുടെയും അകമ്പടിയോടെ വർണ്ണാഭമായ ഘോഷയാത്രയായി യോദ്ധാക്കൾ പരബ്രഹ്മഭൂമിയിലേക്കെത്തുന്നു. 4 കരക്കളി ഘോഷയാത്രയ്ക്ക് ശേഷം കിഴക്കും പടിഞ്ഞാറും കരകളിൽ നിന്നുള്ള കളിക്കാർ തങ്ങളുടെ മെയ്വഴക്കവും അഭ്യാസങ്ങളും പ്രദർശിപ്പിക്കുന്ന ചടങ്ങാണിത്. ഇത് ഓരോ സംഘത്തിന്റെയും ശക്തിയും വൈദഗ്ധ്യവും കാണിക്കുന്നു. 5 എട്ടുകണ്ടത്തിലെ പോരാട്ടം: കളിയുടെ പ്രധാന ആകർഷണം ഇതാണ്. കരക്കളികൾക്ക് ശേഷം യോദ്ധാക്കൾ ഓച്ചിറ പടനിലത്തിലെ 8 എന്നറിയപ്പെടുന്ന മണൽപ്പരപ്പിലേക്ക് ഇറങ്ങുന്നു. ഇവിടെയാണ് വാളും പരിചയും ഉപയോഗിച്ചുള്ള യുദ്ധസമാനമായ ആയോധന മുറകൾ അരങ്ങേറുന്നത്. പരസ്പരം ആക്രമിച്ചും പ്രതിരോധിച്ചും കളിക്കാർ യുദ്ധക്കളത്തിലെന്ന പോലെ മുന്നേറുന്നു. ആർപ്പുവിളികളും വായ്ത്താരുകളും പടനിലത്തെ യുദ്ധക്കളത്തിന് സമാനമാക്കും. 6 കളരിപൂജയും ആയുധപൂജയും: പരിശീലനത്തിന്റെ ഭാഗമായി കളരികളിൽ കളരിപൂജയും ആയുധപൂജയും നടത്തുന്നു. ദീപാരാധനയോടുകൂടിയാണ് ഇത് നടത്തുന്നത്. പുള്ളുവൻപാട്ട് ഈ പൂജയുടെ പ്രധാന ആകർഷണമാണ്. പൂജയ്ക്ക് ശേഷം ശിഷ്യർ ഗുരുദക്ഷിണ നൽകി ആയുധങ്ങൾ ഏറ്റുവാങ്ങുന്നു. 7 ഹസ്തദാനം: കളിയുടെ സമാപനത്തിൽ കരനാഥന്മാരും കളിയാശാന്മാരും പരസ്പരം ഹസ്തദാനം ചെയ്ത് സൗഹൃദം പങ്കിടുന്നു. ഇത് പഴയകാല യുദ്ധങ്ങളുടെ വൈരാഗ്യങ്ങൾ മറന്ന് ഐക്യത്തോടെ മുന്നോട്ടു പോകുന്നു എന്നതിന്റെ പ്രതീകമാണ്. പങ്കാളിത്തം: ഓണാട്ടുകരയിലെ കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകൾ 52 കരകളിൽ നിന്നുള്ള കളരി സംഘങ്ങളാണ് പ്രധാനമായും ഓച്ചിറക്കളിയിൽ പങ്കെടുക്കുന്നത്. 3 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ളവർക്ക് ഈ കളിയിൽ പങ്കെടുക്കാം. ആയിരക്കണക്കിന് കളിക്കാർ വർഷാവർഷം ഈ അനുഷ്ഠാനത്തിൽ പങ്കുചേരാറുണ്ട്. പ്രാധാന്യം: ഓച്ചിറക്കളി ഒരു വിനോദം എന്നതിലുപരി കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെയും ചരിത്രത്തെയും ആയോധന പാരമ്പര്യത്തെയും അനുസ്മരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അനുഷ്ഠാനമാണ്. ഇത് കളരിപ്പയറ്റ് പോലുള്ള പരമ്പരാഗത ആയോധന കലകളെ ജീവനോടെ നിലനിർത്താനും പുതിയ തലമുറയിലേക്ക് കൈമാറാനും സഹായിക്കുന്നു. ഒപ്പം ഒരുമയുടെയും സൗഹൃദത്തിന്റെയും സന്ദേശവും ഇത് നൽകുന്നു.